നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുടെ തമ്മിൽ തല്ല്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തമ്മിൽ തല്ലിയത്. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് മൊബൈലിൽ പകർത്തി പുറത്തുവിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി DCC പ്രസിഡന്റ് PK ഫൈസൽ. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്നും PK ഫൈസൽ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലേക്കുള്ള UDF LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും നേതാക്കൾക്കൊപ്പം പ്രകടനമായാണ് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുക്കി കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി. മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ത്രിതല പഞ്ചായത്തുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ നൽകി. ഒരേ വീട്ടിൽ നിന്ന് അമ്മയും മകനും സ്ഥാനാർത്ഥിയായാൽ എങ്ങനെയുണ്ടാകും? മടിക്കൈ പഞ്ചായത്തിലെ 5-6 വാർഡുകളിലാണ് ഈ കൗതുക കാഴ്ച. സംസ്ഥാനത്തെ മികച്ച നാടക സംഘങ്ങളുടെ നാടകങ്ങൾ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നതോടൊപ്പം നാടകത്തിന്റെ വിവിധ മേഖലകളെ വിശകലനം ചെയ്യുന്ന പന്തൽ ചർച്ചകളും സജീവമാക്കി ആർട്ട് ഫോറം. നാടകോത്സവത്തെ കാഞ്ഞങ്ങാട് ജനത ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. വൈദ്യുതി ഭേദഗതി ബിൽ 2025 പിൻവലിക്കണമെന്നാവശ്യം. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ ജനറൽ ബോഡി യോഗം നടന്നു. വാർത്തകൾ വിശദമായി. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാം. തദ്ദേശ പോര്. കാസർഗോഡ് കോൺഗ്രസിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി തമ്മിൽ തല്ല്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 10ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ അന്വേഷിച്ച നടപടി സ്വീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തിനു പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ തമ്മിലടിച്ച നേതാക്കൾ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് നേതാക്കൾ തമ്മിൽ കൂട്ടയടി. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ വൈസ് പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തമ്മിൽ തല്ലിയത്. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പകർത്തി നേതാക്കൾ തന്നെയാണ് പുറത്തുവിട്ടത്. നേരത്തെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ജെയിംസ് പന്തമാക്കൽ DDF എന്ന സംഘടനയുണ്ടാക്കിയിരുന്നു. പിന്നീട് ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഉൾപ്പെടെയുള്ള 7 പേർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തർക്കം ഒഴിവാക്കാൻ നേതൃത്വം കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് യോഗത്തിൽ 5 സീറ്റുകൾ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് DCC പ്രസിഡന്റ് PK ഫൈസലിനെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തർക്കം രൂക്ഷമായതോടെ ഇവർക്ക് 2 സീറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്ന് കോൺഗ്രസ് യോഗം തീരുമാനിച്ചതാണ് ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചതെന്നാണ് വിവരം. KPCC വൈസ് പ്രസിഡന്റ് M ലിജു പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കയ്യാങ്കളി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ലിജുവും DCC പ്രസിഡന്റ് PK ഫൈസലും പറഞ്ഞു. KPCCയുടെ വൈസ് പ്രസിഡന്റ് M ലിജുവും അതുപോലെ തന്നെ ജില്ലാ UDFന്റെ കൺവീനർ ശ്രീ ഗോവിന്ദൻ നായരും KPCCയുടെ 2 ജനറൽ സെക്രട്ടറിമാർ ശ്രീ ഹക്കീം കുന്നിനും ശ്രീ K നീലകണ്ഠനും മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങളും നമ്മൾ ഓഫീസിൽ ഇതിൻ്റെ ഫൈനലൈസ് ചെയ്യുന്ന ഒരു ചർച്ചയിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും പുറത്ത് നടന്നൊരു സംഭവമായിരുന്നു. ഒരു തർക്കവും വേണ്ട. പാർട്ടി കൃത്യമായി അന്വേഷണം നടത്തി
കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. അപ്പോൾ ഈ വിവരം KPCC പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളിൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇതുണ്ടായിട്ടുള്ളത്. ഒരു തർക്കവും വേണ്ട. അത് കൃത്യമായി അന്വേഷണം നടത്തി DCC ഓഫീസിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മുടെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയല്ല, അത് കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് പാർട്ടി മുമ്പോട്ട് പോകും. ഏത് കാരണം അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ വ്യക്തിപരമായി രണ്ടുപേരും വാക്ക് പറഞ്ഞൊരു കാര്യമാണ്. അത് DKDFന്റെ ജില്ലാ അധ്യക്ഷനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും തമ്മിൽ വ്യക്തിപരമായ വർത്തമാനത്തിലല്ലാതെ ഇവിടെയുള്ള കോർ കമ്മിറ്റി ചർച്ചയുമായോ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയമായോ ഒരു ബന്ധവും ഇവർ തമ്മിലെ വാക്കേറ്റത്തിനില്ല. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വെള്ളിയാഴ്ച എന്നിരിക്കെ ജില്ലയിലെ പല സീറ്റിലും തീരുമാനമായില്ലെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി DCC പ്രസിഡന്റ് PK ഫൈസൽ. വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും PK ഫൈസൽ. KPCC മെമ്പർ കോൺഗ്രസിന്റെ ജില്ലയിലെ സമുന്നതനായ നേതാവ് ശ്രീ കരിമ്പിൽ കൃഷ്ണനാണ് പിലിക്കോട് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കയ്യൂരിൽ ST സംവരണ സീറ്റിൽ ആദിവാസി കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുന്ദരൻ ഒർലയാണ് അവിടെ മത്സരിക്കുന്നത്. ചിറ്റാരിക്കൽ ഡിവിഷനിൽ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ബളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ കൂടിയായ ബിൻസി ജെയിനാണ് അവിടെ മത്സരിക്കുന്നത്. കള്ളാറിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ, ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഉദുമയിൽ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റും വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്ന സുകുമാരി ശ്രീധരനാണ് ഉദുമയിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ പുത്തിക ഡിവിഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എൻമകജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖര ശ്രേണിയാണ് പുത്തിക മത്സരിക്കുന്നത്. ഓർക്കാടിയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് കൂടിയായ ഹർഷദ് ഓർക്കാടിയാണ് ഓർക്കാടിയിൽ മത്സരിക്കുന്നത്. കള്ളാർ പിന്നെ പറയുന്നത്. ഇത്രയാണ് നമ്മളിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും വിജയ സാധ്യത മാനദണ്ഡമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രധാന നേതാക്കൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, വനിതകൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, യുവജനങ്ങൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലെയും പരിശോധിച്ചുകൊണ്ട് വളരെ കൃത്യമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ കണ്ട് വളരെ ഏകകണ്ഠമായി ആണ് നമ്മളിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ ജില്ലക്കകത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ജനമുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലേക്കുള്ള UDF LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും നേതാക്കൾക്കൊപ്പം പ്രകടനമായാണ് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF LDF BJP മുന്നണികളുടെയും വെൽഫെയർ പാർട്ടി SDPI സംഘടനകളുടെ സ്ഥാനാർത്ഥികളാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പത്രികകൾ നൽകിയത്. UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ ടൗണിൽ പ്രകടനം നടത്തിയാണ് പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലേക്കും മുന്നണി സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചപ്പോൾ SDPI വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ 2 വാർഡുകളിലേക്ക് മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 4 സ്വതന്ത്രരും പത്രിക നൽകി. മൈനർ ഇറിഗേഷൻ വകുപ്പ് തൃക്കരിപ്പൂർ സെക്ഷൻ എഞ്ചിനീയർ കൂടിയായ വരണാധികാരി ഫെമി മറിയം ജോർജിന് മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുക്കി കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി. മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ത്രിതല പഞ്ചായത്തുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ നൽകി. പ്രാദേശിക ഭരണകൂടങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് ഭരണകർത്താക്കളെ നിശ്ചയിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരം കടുപ്പിച്ചാണ് വിവിധ സ്ഥാപനങ്ങളിലേക്ക് രാഷ്ട്രീയ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തിവരുന്നത്.
മൂന്ന് മുന്നണികളും പത്രിക സമർപ്പണത്തിൽ സജീവമാണ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 14 LDF സ്ഥാനാർത്ഥികളുടെയും UDFിലെ ഒരു സ്ഥാനാർത്ഥിയുടെയും പത്രികകൾ ബുധനാഴ്ച സമർപ്പിച്ചു. പ്രമുഖ രാഷ്ട്രീയ മുന്നണികളുടെ നേതാക്കളും സജീവ പ്രവർത്തകരും വിവിധ ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തിയെങ്കിലും പത്രിക സമർപ്പണത്തിന് മുന്നണി ഭാരവാഹികൾ മാത്രമാണ് എത്തിയത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ T. രാഗേഷിനാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരേ വീട്ടിൽ നിന്ന് അമ്മയും മകനും സ്ഥാനാർത്ഥിയായാൽ എങ്ങനെയുണ്ടാകും? അത്തരമൊരു കൗതുക വാർത്തയാണ് ഇനി. മടിക്കൈ പഞ്ചായത്തിലെ 5-6 വാർഡുകളിലാണ് ഈ കൗതുക കാഴ്ച. BJP സ്ഥാനാർത്ഥിയായി അമ്മ അനിതയും മകൻ അനുരാജുമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇത്തവണ അംഗത്തിനിറങ്ങിയിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ പടക്കളത്തിൽ അമ്മയും മകനും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മടിക്കൈ പഞ്ചായത്തിലെ 6ാം വാർഡായ മൽപ്പച്ചേരിയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി അമ്മ A. അനിത ജനവിധി തേടുമ്പോൾ മകൻ A. അനുരാജ് 5ാം വാർഡായ കാഞ്ഞിരപ്പൂയിൽ നിന്നാണ് മത്സരിക്കുന്നത്. അനിതയ്ക്ക് ഇത് 3ാം ഊഴമാണ്. 2015 ബംഗളത്ത് നിന്നും 2020 മൽപ്പച്ചേരിയിൽ നിന്നും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണയും CPMന്റെ പാർട്ടി ഗ്രാമം എന്ന് അവകാശപ്പെടുന്ന വെള്ളച്ചേരിയിൽ മത്സരിച്ച് 208 വോട്ട് നേടാൻ അനിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം അനിതയ്ക്കുണ്ടെന്ന് അനിത പറയുന്നു. 3ാം തവണ മത്സരിക്കുന്നത് ഞാൻ, മോൻ 1ാം തവണ. അപ്പോൾ ആദ്യം ഞാൻ 5ാം വാർഡിൽ മത്സരിച്ചതാണ്. ഇപ്പോൾ മോൻ മത്സരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മത്സരിക്കുന്നത് 6ാം വാർഡ് മൽപ്പച്ചേരി കോതോട്ടുപാറ. എൻ്റേത് കന്യാംഗമാണ്. അപ്പോൾ മാക്സിമം വിജയിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ട്. വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അതൊരു ആത്മവിശ്വാസം തന്നെയാണ്. പിന്നെ ഒട്ടും തന്നെ ഒരാൾ കൂടെ പ്രവർത്തനങ്ങളിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പഞ്ചായത്ത് രൂപീകൃതമായിട്ട് 75 വർഷം പൂർത്തീകരിച്ചു. ഈ 75 വർഷം പൂർത്തീകരിച്ചിട്ടും ഇവിടുത്തെ വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ പഞ്ചായത്തിൽ അധിവസിക്കുന്നത്. ഭൂരിഭാഗം കൃഷിക്കാരാണ്. അടിസ്ഥാനപരമായിട്ട് അതത് കാലത്ത് വന്ന ഭരണസമിതിയുടെ വികസന വിരുദ്ധമായിട്ടുള്ള നയങ്ങളും അതുപോലെ തന്നെ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള രൂപരേഖയും ഒന്നും തന്നെ അവരുടെ കയ്യിലില്ലാത്തതിൻ്റെ ഫലമായിട്ട് അടിസ്ഥാന വർഗ്ഗങ്ങൾ ഇന്നും പഴയ അതേ നിലയിൽ നിന്നും കഴിയുകയാണ്. വികസന പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവിധ പാകപ്പെട്ടൊരു പഞ്ചായത്തായിരുന്നിട്ട് പോലും രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ശക്തി, പ്രത്യേകിച്ച് മടിക്കൈ എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ ശക്തിയുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൻ്റെ ആ ശക്തി ഉപയോഗിച്ച് പാർട്ടിയെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും വളരുന്നതല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഈ 16 വാർഡുകളിലും BJPക്ക് കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം സാധാരണക്കാരായ വോട്ടർമാരുടെ ഉണ്ട്. 16 വാർഡുകളുള്ള മടിക്കൈ പഞ്ചായത്തിൽ ഇത്തവണ BJP കളത്തിലിറക്കിയതിൽ 8ഉം വനിതകളാണ്. 8ഓളം സ്ഥാനാർത്ഥികളുണ്ട്. ഇപ്പം 16 വാർഡല്ല, 16 വാർഡിൽ 8 സ്ഥാനാർത്ഥി വനിതകൾ തന്നെ. ഫുള്ള് എല്ലാ വാർഡിലും ഉണ്ട്, മത്സരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മത്സരിക്കുന്നത് 3ാം വാർഡിൽ ആലമ്പാടി എന്ന സ്ഥലത്താണ്. അവിടെ നമുക്ക് നല്ലൊരു വോട്ടുണ്ട്. ഇപ്പോൾ വാർഡ് വികസനം വന്നാൽ പിന്നെ കുറച്ച് അപ്പുറത്തുനിന്നെല്ലാം നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ആ വാർഡ് പിടിക്കണം എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ സപ്പോർട്ടും നമുക്ക് ആ വാർഡിൽ നിന്നുണ്ട്. മടിക്കൈ പഞ്ചായത്തിൽ 15 വാർഡുകളിലും 16 വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സര രംഗത്തുണ്ട്. അപ്പോൾ എല്ലാ വാർഡുകളിൽ നിന്നും നല്ല പ്രതീക്ഷയാണ് പാർട്ടിക്കുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ 2-3 വാർഡുകൾ നമ്മൾക്ക് പിടിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഉണ്ട് നമ്മുടെ പാർട്ടിക്ക്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും നല്ല പിന്തുണയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. തികച്ചും നമ്മുടെ പ്രധാനമന്ത്രിയുടെ വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ലൊരു പിന്തുണ ഉണ്ടാകും. മടിക്കൈയെ സംബന്ധിച്ചിടത്തോളം മടിക്കൈയിലെ ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1ാം ഘട്ട പ്രചരണത്തിന് അമ്മയും മകനും തുടക്കം കുറിച്ചു കഴിഞ്ഞു. കോട്ടപ്പാറയിലെ ഗ്യാസ് ലൈൻ ഏജൻസി സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനുരാജിന് ഇത് കന്നി അംഗമാണ്. 5ാം വാർഡായ പട്ടത്തുമൂലയിലെ കൂലിത്തൊഴിലാളിയായ അലാമിയാണ് അനിതയുടെ ഭർത്താവ്.
बोलो भारत माता की जय जय भारत माता जय भारत ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2025 പിൻവലിക്കണമെന്ന ആവശ്യം. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ ജനറൽ ബോഡി യോഗം നടന്നു. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ ജനറൽ ബോഡി യോഗം നടന്നു. ഉപഭോക്താക്കൾക്കും സാധാരണക്കാർക്കും ദ്രോഹകരമായ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2025 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത ടീഷർട്ട് നമുക്ക് ഓർഡർ ആവുകയാണ്. 7 കോടി രൂപയുടെ ബിസിനസ്സാണ് തിരുപ്പൂരിൽ നിന്നകം അതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചത്. ഒരു തൊഴിലാളി സംഘടനയോട് ഒരു പ്രതിനിധിയോട് തൊഴിലാളികളുടെ യൂണിഫോം ആയിട്ടെങ്കിൽ ആരോട് സംസാരിക്കണം? തൊഴിലാളികളോട് സംസാരിക്കണം. തൊഴിലാളികളോട് 20,000 തൊഴിലാളികളോട് ഒറ്റയടിക്കുന്ന ചെയർമാൻ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ പ്രതിനിധികളോട് സംസാരിക്കണം. അതിനകത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആവട്ടെ, ITUC ആവട്ടെ, CITU ആവട്ടെ, ഒന്നുമില്ല. അത് പ്രതിനിധികളോട് സംസാരിക്കേണ്ടതാണ്. നമുക്ക് ടീഷർട്ട് മാറ്റാം, നമ്മൾ ഇവിടുന്ന് പാന്റിന്റെ കളർ മാറ്റാം, പാന്റ് മാറ്റി നമുക്ക് അര ട്രൗസർ ആക്കാം. പക്ഷെ അതൊരു സംസാരത്തിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കും. ചർച്ചയില്ല. അങ്ങനെ ചർച്ച ചെയ്താൽ നമുക്ക് കാക്കിക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ട് ഇല്ലേ? കാക്കി യൂണിഫോമിൽ അത് വർഷങ്ങളായി 50 വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതിനൊരു വിലയില്ല. KSRTC കണ്ടില്ലേ, അവര് കാക്കി യൂണിഫോം ഒരു ചർമ്മം വന്നപ്പോൾ മാറ്റി ഇപ്പൊ തിരിച്ചൊരു കാക്കിയിലേക്ക് വരുന്ന സാഹചര്യം. ആ കാക്കിക്ക് ഒരു സമൂഹത്തിൽ ഒരു മാന്യതയുണ്ട്. അത് മാറ്റണമെങ്കിൽ, അപ്ഡേറ്റ് ചെയ്തു പോകണമെങ്കിൽ തൊഴിലാളികൾ സംസാരിക്കേണ്ട 7 കോടി രൂപയുടെ ഒരു ബാധ്യതയാണ് അദ്ദേഹം. എത്രയാണ് നമ്മുടെ നാട്ടിലെ മിനിമം കമ്മീഷൻ? നമ്മുടെ ലേബർ വർക്കുകൾക്ക് കരാർ കൊടുക്കുന്ന സബേജർമാർക്ക്, ഓഫീസർമാർക്ക് അറിയാം. നമ്മുടെ വർക്ക് ഡിപ്പോസിറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ KCBയിലെ ലേബറിന്റെ മിനിമം കോൺട്രാക്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അറിയാം. ഒരു വർക്ക് പോസ്റ്റ് മാറ്റുന്ന സമയത്ത് 5,000 രൂപ ലേബർ ഉണ്ടെങ്കിൽ 20% ഗവൺമെന്റ് അംഗീകൃത പ്രോഫിറ്റാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ജനാർദ്ദനൻ, K ശശിധരൻ, K പ്രഭാകരൻ, TS ഗോപാലകൃഷ്ണപിള്ള, സന്തോഷ് B നായർ എന്നിവർ സംസാരിച്ചു. PV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. A ഗിരീശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തെരുവു നായ്ക്കൾക്ക് കുത്തിവെപ്പ് തുടങ്ങി. തെരുവു നായ്ക്കളെ വലയിൽ കുരുക്കാൻ പ്രത്യേകം പരിശീലനം നേടിയ 5 അംഗ സംഘത്തിന്റെ സഹായത്തോടെയാണ് കുത്തിവെപ്പ്. മാരകമായ പേവിഷബാധ വ്യാപിക്കുന്നതിൽ തെരുവു നായ്ക്കൾക്കുള്ള പങ്ക് കണക്കിലെടുത്താണ് അവയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പ് നൽകുന്ന പരിപാടി ആരംഭിച്ചത്. മൃഗസംരക്ഷണ വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പദ്ധതിക്കായി 75,000 രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. തൃക്കരിപ്പൂർ മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ K ശ്രീവിദ്യ നമ്പ്യാർ, റെസിഡൻസ് ഡോക്ടർ C സ്നേഹ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ AK അതുല്യ, KA രമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ കുത്തിവെപ്പ് നടന്നുവരുന്നത്. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പിനായിട്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കൊയോങ്കര മൃഗാശുപത്രിയുടെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ശ്രീവിദ്യ നമ്പ്യാറും ജൂനിയർ റെസിഡന്റ് ഡോക്ടർ സ്നേഹ, അതേപോലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ടുള്ള രമ്യ അതുല്യ ഇവരുടെ നേതൃത്വത്തിലും അതേപോലെ ഡോഗ് കാച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലും കൂടിയായിട്ട് തൃക്കരിപ്പൂർ പഞ്ചായത്തിലുള്ള 23 വാർഡിലൂടെ കാണാൻ പറ്റുന്ന ഡോഗിനെയൊക്കെ പിടിച്ച് അതിന് ഈ പേവിഷബാധയ്ക്കെതിരെയുള്ള തരത്തിൽ ഒരു അവബോധനം നൽകുക എന്നുള്ള രീതിയിലും അവർക്ക് പേവിഷബാധ സുരക്ഷ നൽകുന്ന രീതിയിലും കുത്തിവയ്പ്പ് ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസമാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അക്രമകാരികളും അല്ലാത്തവയുമായ തെരുവു നായ്ക്കളിൽ കുത്തിവെപ്പ് നടത്തുന്നത് വഴി പൊതുജനങ്ങളിലും വളർത്തുമൃഗങ്ങളിലും പേവിഷബാധയ്ക്കെതിരെയുള്ള സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് പത്രങ്ങൾ കൈമാറി. ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് സ്കൂളിലെ കുട്ടികൾക്കായി പത്രങ്ങൾ കൈമാറി. വായിക്കുന്നതിലൂടെ നിരവധി ആളുകളിലേക്ക് പ്രവർത്തനം എത്തിക്കുന്നതോടൊപ്പം ദേശീയ, സംസ്ഥാന, പ്രാദേശിക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും സമൂഹ നന്മയ്ക്കായുള്ള പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തി പുതിയ തലമുറയെ നേരായ വഴികളിൽ എത്തിക്കുന്നതിനാണ് ബാങ്കിന്റെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച വിദ്യാലയങ്ങളിൽ ഈയൊരു പ്രവർത്തനം നടത്തുന്നത്. ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും ബാങ്ക് നടത്തുന്ന വിവിധ വായ്പാ പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണവും നടന്നു. ദേശാഭിമാനിയുടെ അക്ഷരമുറ്റവുമായി സഹകരിച്ച വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വിതരണം ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ദേശാഭിമാനി പൊതുവെ എല്ലാ
വിഷയങ്ങളെ സംബന്ധിച്ചും നന്നായി എഴുതുന്നൊരു പത്രമായി മാറുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ വിമോചന പോരാട്ടത്തിൻ്റെ ചരിത്ര പൈതൃകമുള്ള ഒരു പത്രമെന്ന നിലയിൽ ദേശാഭിമാനിയിൽ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പത്രമാണിന്ന് സ്കൂളുകളിൽ എത്തുന്നത്. സ്പോർട്സ് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളെ സംബന്ധിച്ചെല്ലാം നല്ല അറിവുകൾ വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന അക്ഷരക്കൂട്ടമാണ് ദേശാഭിമാനി പത്രത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. PTA പ്രസിഡന്റ് P. വിനോദ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി VV ലേഖ പദ്ധതി വിശദീകരണം നടത്തി. ബാങ്ക് ഭരണസമിതി അംഗം AK ഗോപാലൻ, കൃഷ്ണകുമാർ പള്ളിയത്ത, പൊതുപ്രവർത്തകൻ CV കൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, SMC ചെയർമാൻ P. പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് അമൃത എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ T. വിഷ്ണു നമ്പൂതിരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി N. ശോഭന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം. ഫോക്ലാൻഡിന്റെ നേതൃത്വത്തിൽ ഡോർഫ് കെറ്റലിന്റെ സഹായത്തോടെ കഴിഞ്ഞ 9 മാസമായി മോനാച്ച ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടത്തി വന്നിരുന്ന ചുമർ ചിത്ര പരിശീലന ക്ലാസ് സമാപിച്ചു. ചുമർ ചിത്രകലാകാരൻ KR ബാബു ഉദ്ഘാടനം ചെയ്തു. ഫോക്ലാൻഡിന്റെ നേതൃത്വത്തിൽ ഡോർഫ് കെറ്റലിന്റെ സഹായത്തോടെ കഴിഞ്ഞ 9 മാസമായി മോനാച്ച ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടത്തി വന്നിരുന്ന ചുമർ ചിത്ര പരിശീലന ക്ലാസ് സമാപിച്ചു. സ്ത്രീ ശാക്തീകരണം കലയിലൂടെ എന്ന ലക്ഷ്യത്തിൽ ഫോക്ലാൻഡ് നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ചുമർ ചിത്ര പരിശീലനം നടത്തിയത്. ചുമർ ചിത്രകലാകാരൻ KR ബാബു ഉദ്ഘാടനം ചെയ്തു. സമയമെടുത്തും വളരെ ക്ഷമയോടുകൂടി ചെയ്തു പോകേണ്ട ഒരു കലയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയൊരു കടലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ചെയ്തിരിക്കുന്ന ഇത് ഒരു ദിവസം അതിൻ്റെ ഏതാണ്ട് കളറും എങ്ങനെ അത് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു രൂപം മാത്രം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചുമർ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള ഒരു ഇതായി. ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും കോവിലുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ ഇത് കേരളത്തിന് ഇങ്ങനെ തനതായ ഒരു ചിത്രകലാ സംസ്കാരം ഉണ്ടായിരുന്നു, കേരളത്തിൻ്റെ തനതായ ഒരു ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെന്നൊക്കെ തിരിച്ചറിയാനും അത് കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു വഴി എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കുറേ നിങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ കൂടുതൽ ചിത്രം വരയ്ക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. എന്നാലും മുന്നോട്ട് നമുക്ക് പോകാനുള്ളൂ. ഇത് തുടക്കം മാത്രമായിട്ടുള്ളൂ. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പരിശീലനം നൽകിയ ചുമർ ചിത്ര അധ്യാപിക പ്രിയ ഗോപാലിനെ ഉപഹാരം നൽകി ആദരിച്ചു. സുരേഷ് മോനാച്ച, രജിത രാജൻ, രാകേഷ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. P. യമുന, സന്ധ്യ ഗോപാൽ, K. മനോജ് മേഘ, P. കീർത്തന, PV നന്ദന, രോഹിണി ദാമോദരൻ, അഞ്ജലി S. നായർ, V. വിനീത, TV ബേബി, മോനിച്ച സനൽ കുമാർ എന്നിവരാണ് വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ചത്. പരിശീലനം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി പ്രദേശത്തെ വീടുകളിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. സജിത സനൽ സ്വാഗതവും യമുന തമ്പാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മോനാച്ച. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുടെ തമ്മിൽ തല്ല്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തമ്മിൽ തല്ലിയത്. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് മൊബൈലിൽ പകർത്തി പുറത്തുവിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി DCC പ്രസിഡന്റ് PK ഫൈസൽ. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്നും PK ഫൈസൽ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലേക്കുള്ള UDF LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും നേതാക്കൾക്കൊപ്പം പ്രകടനമായാണ് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുക്കി കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി. മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ത്രിതല പഞ്ചായത്തുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ നൽകി. ഒരേ വീട്ടിൽ നിന്ന് അമ്മയും മകനും സ്ഥാനാർത്ഥിയായാൽ എങ്ങനെയുണ്ടാകും? മടിക്കൈ പഞ്ചായത്തിലെ 5, 6 വാർഡുകളിലാണ് ഈ കൗതുക കാഴ്ച. സംസ്ഥാനത്തെ മികച്ച നാടക സംഘങ്ങളുടെ നാടകങ്ങൾ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നതോടൊപ്പം നാടകത്തിന്റെ വിവിധ മേഖലകളെ വിശകലനം ചെയ്യുന്ന പന്തൽ ചർച്ചകളും സജീവമാക്കി ആർട്ട് ഫോറം.
നാടകോത്സവത്തെ കാഞ്ഞങ്ങാട് ജനത ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. വൈദ്യുതി ഭേദഗതി ബിൽ 2025 പിൻവലിക്കണമെന്ന ആവശ്യം KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ ജനറൽ ബോഡി യോഗം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.